오빤 강남스타일 강남스타일 അടുത്തുള്ളി കളിച്ചോണ്ട് നിൽക്കാതെ ഒന്ന് ചായ കുടിക്കടാ. ചായ തണുത്ത് പോയ പിന്നെ ചൂടാക്കി തരാൻ നേരം. 따사로운 인간 내 보이 나와요. 잔의 여유를 아는 품격 있는 여자 밤이 오면 심장이 뜨거워지는 여자 യുവാവ് കുത്തേറ്റു മരിച്ചു. ദൈവമേ, ഞാൻ ദിവസവും ജോലിന് പോകുന്ന വഴിയാണല്ലോ. ഇന്ന് പോണോ? പണി കിട്ടുമോ? നീ എന്താടാ അവിടെ പിറുപിറുക്കുന്നത്? നിനക്ക് ചായ വേണ്ടേ? ചായ അത് പിന്നെ. അമ്മേ, ഞാൻ പറഞ്ഞ കാര്യം അച്ഛനോട് പറഞ്ഞു. ഏത് കാര്യം? ഇവിടുന്ന് വാ. ഓ പിന്നെ, മനുഷ്യനിവിടെ 100 കൂട്ടം പണി. ഞാനൊരു മൊബൈലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അമ്മ ഒന്ന് അച്ഛനോട് പറ, ഒരെണ്ണം വാങ്ങിത്തരാം. എന്റെ ഫ്രണ്ട്സിനൊക്കെ മൊബൈലുണ്ട്. ഒരു മൊബൈലുണ്ടെങ്കിൽ പാട്ട് കേൾക്കാം, ഗെയിം കളിക്കാം, ഫോട്ടോ എടുക്കാം. എന്തൊക്കെ ഉപകാരമുണ്ടെന്ന് അമ്മയ്ക്കറിയോ? നീ പരീക്ഷയ്ക്ക് 80% മാർക്ക് വാങ്ങിച്ചാൽ അച്ഛൻ നിനക്ക് മൊബൈൽ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ നീ പഠിക്കാൻ നോ. എടാ ചായ കുടിച്ചിട്ട് പോടാ. ഇതല്ലേ പത്രത്തിൽ പറഞ്ഞ സ്ഥലം? മൊബൈലോ? നിനക്ക് ഇന്നലെ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ കിടന്ന് ഒരു സാധനം കിട്ടിയില്ലേ? ഇല്ല. സത്യം പറ, ഇന്നലെ എന്നെ അവിടെ കണ്ടവരുണ്ടല്ലോ. മോനെ, ഞങ്ങളല്പം പെശക. സത്യം പറ. അമ്മേ, നീ എന്നെ വിളിച്ചോ? യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് കൊട്ടേഷൻ സംഘമെന്ന് പോലീസിന് സൂചന. എത്ര നേരമായിടാ നിന്നെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണ്. അച്ഛൻ ഇന്നലെ നാട്ടിലെത്തി. നിനക്ക് തരാൻ നിന്റെ അമ്മാവൻ സ്പെഷ്യലായിട്ട് തന്നു വിട്ടതാ ഈ പാക്കറ്റ്. പെട്ടെന്ന് തുറന്നു നോക്കിയേക്കടാ. എൻ്റെ അച്ഛൻ്റെ സമ്മാനം നിനക്ക് ഇഷ്ടപ്പെട്ടോന്നറിയാലോ. മൊബൈൽ കിട്ടിയെന്ന് വിചാരിച്ച് 80% ഒരു കോംപ്രമൈസും ഇല്ലാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അന്യന്റെ മുതൽ സ്വന്തമാക്കുന്നിടത്ത് നമ്മുടെ സ്വസ്ഥതയുടെ ദിനരാത്രങ്ങൾ അവസാനിക്കുകയാണ്.
നമുക്ക് അവകാശപ്പെട്ടത് നമ്മെ തേടി വരുന്ന സുദിനത്തിന് ഒരു കാത്തിരിപ്പിൻ്റെ ദൈർഘ്യമേ ഉള്ളൂ.